ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. എല്ലാവരും നാളത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പരീക്ഷയ്ക്ക് പഠിക്കുന്ന തിരക്കിലായിരിക്കും എന്നറിയാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ലാത്ത ഒരു 10 ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചൊക്കെ നമ്മളിതിൽ ആൻസേഴ്സ് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ പിന്നാലെ വേറൊരു 5 ചോദ്യങ്ങളുടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് 5 ചോദ്യങ്ങൾ 3 മാർക്കിനും 4-5 മാർക്കിനും മാത്രം ചോദിക്കാവുന്ന 5 ചോദ്യങ്ങളായിട്ടൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 വീഡിയോ പഠിച്ചാൽ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചെറിയ പ്രോബ്ലത്തിലും അതുപോലെ അതുമൊക്കെ ഇരിക്കുന്ന കുട്ടികൾ മെയിനായിട്ട് ആദ്യമായിട്ട് ഈ 10 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇനി ഇടുന്ന വീഡിയോസൊക്കെ ഒന്ന് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറിറ്റ്സ് ഓഫ് മോഡുലർ പ്രോഗ്രാമിംഗ് ആണ്. നമുക്കിത് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെയാണ് ചോദിക്കുക. മെറിറ്റ്സ് ഓഫ് മോഡുലർ പ്രോഗ്രാമിംഗ്. അപ്പോൾ മോഡുലർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്കതിൻ്റെ മെറിറ്റ് അറിയുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ, മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വലിയൊരു പ്രോഗ്രാമിനെ കുഞ്ഞെ സ്മോൾ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് ആരെ കൺവേർട്ട് ചെയ്യുക, കൺവേർട്ടിങ് എ ബിഗ് ആൻഡ് കോംപ്ലെക്സ് പ്രോഗ്രാം ഇൻറ്റു, വലിയ കോംപ്ലെക്സ് ആയിട്ടുള്ള വലിയ പ്രോഗ്രാംസുകൾ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ഇൻറ്റു സ്മോൾ പ്രോഗ്രാം. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ മെറിറ്റ് എന്തായിരിക്കും? ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുമ്പോൾ, അപ്പോൾ മെറിറ്റ്സ് എന്താണ് നമുക്ക് വരിക, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ഇറ്റ് റെഡ്യൂസസ് ദി സൈസ് ഓഫ് പ്രോഗ്രാം അല്ലേ. നമ്മൾ പ്രോഗ്രാമിൻ്റെ സൈസ് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ലെസ് ചാൻസ് ഓഫ് എറേഴ്സ്, നമുക്ക് എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കുറയുന്നു. ദെൻ നമുക്ക് എന്താണ്, പ്രോഗ്രാമിൻ്റെ കോംപ്ലിസിറ്റി കുറയുന്നു അല്ലേ. ഇറ്റ് റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. അപ്പോൾ നമ്മൾ ആലോചിക്കുക, അപ്പോൾ നിങ്ങൾക്കിത് മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി നമുക്ക് കുറയുന്നു. ദെൻ ഇംപ്രൂവ് റീയൂസബിലിറ്റി, നമുക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു, ഈ റീയൂസബിലിറ്റി. ഓക്കെ, ഇത്രയാണ് മെറിറ്റ്. അപ്പോൾ എന്താണ് മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് ചോദിച്ചിട്ടാണ് മെറിറ്റ് വരുന്നതെങ്കിൽ നമുക്ക് 3 മാർക്കിലേക്ക് പോകും കേട്ടോ. അതെല്ലാം മെറിറ്റ് മാത്രം ചോദിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു 4 പോയിന്റ് എഴുതാൽ 2 മാർക്കിലേക്ക് നമുക്കത് കിട്ടും. ഓക്കെ, പിന്നെ അടുത്തതാണ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് IMG ടാഗ് ആൻഡ് മാർക്ക് യു ടാഗ് ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ്. അതായത് നമുക്ക് ഒരുപാട് ടാഗുകൾ പഠിക്കാനുണ്ട്. 4ാം പാഠത്തിലായിട്ടും 5ാം പാഠത്തിലൊക്കെ നമുക്ക് ഒരുപാട് ടാഗ് പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ടാഗുകളുണ്ട്. അതായത് നമ്മൾ മെയിനായിട്ട് പഠിക്കണം എന്നുള്ള കുറച്ച് ടാഗുകളുണ്ട്. ഒന്ന് മാർക്ക് യു ടാഗ് ആണ്, IMG ടാഗ്, ഫോം ടാഗ്, ഫ്രെയിം സെറ്റ്, സ്ക്രിപ്റ്റ് ടാഗ്. അങ്ങനെ ഒരു തരം നിങ്ങൾ പഠിക്കേണ്ടതായ ടാഗുകളെ കുറിച്ചിട്ട് പഠിക്കുക. ഏതൊക്കെയാണ്? അതായത് IMG ടാഗ്, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ടാഗ്, ദെൻ ഫോം ടാഗ് എന്തിനാണ്, ഫ്രെയിം ടാഗ്, ഫ്രെയിം സെറ്റ് ടാഗ് ഉണ്ട്, ദെൻ മാർക്ക് യു. അങ്ങനെ കുറച്ച് ടാഗുകൾ എന്തിനാണ്, അതിൻ്റെ തന്നെ ആട്രിബ്യൂട്ട്സുകൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മാർക്ക് യു ടാഗിൻ്റെ യൂസ് പഠിക്കാം. മാർക്ക് യു ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ക്രോൾ എ ടെക്സ്റ്റ് ഓർ ഇമേജ് വെർട്ടിക്കലി ഓർ ഹൊറിസോണ്ടലി. നമ്മളിത് യൂസ് ചെയ്യുന്നത് ടു സ്ക്രോൾ. എന്തിനാണ്? സ്ക്രോൾ ചെയ്യുക, നീങ്ങാൻ വേണ്ടിയിട്ട് സ്ക്രോൾ ദ ടെക്സ്റ്റ് ഓർ ഇമേജസ്. ഒന്നെങ്കിൽ ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ ഇമേജുകളോ നമ്മൾ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് യു ടാഗ് യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടാവാം, അതല്ല എങ്കിൽ വെർട്ടിക്കൽ ആയിട്ടാവാം. ഇനി ഇതിൻ്റെ അതെന്തിനാണ് യൂസ് ഒറ്റ ലൈൻ അത് മതി. ഇനി ഇതിൻ്റെ ആട്രിബ്യൂട്ട്സുകൾ പറയുകയാണെങ്കിൽ, ഒന്ന് ഹൈറ്റ് ആട്രിബ്യൂട്ട്സ് എന്തിനാണ്, എത്രത്തോളം ഹൈറ്റ് ആ മാർക്ക് യു ടെക്സ്റ്റിന് വേണം. ദെൻ വിഡ്ത്ത്, എത്രത്തോളം വിഡ്ത്തിൽ നമുക്ക് സ്ക്രോൾ ചെയ്യണം. ദെൻ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്യണം, അതായത് അപ്പ് വേണോ, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ്, ഏതിൽ കൊടുക്കണം. ദെൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ ഏത് രീതിയിൽ സ്പെസിഫൈ ചെയ്യണം. സ്ക്രോൾ വേണോ, സ്റ്റോപ്പ് വേണോ, 2 and 4 ആൾട്ടർനേറ്റ് ആയിട്ട് വേണോ, സൈഡുകളിലേക്ക് വേണോ, അങ്ങനെ നമ്മൾ ഡയറക്ഷൻ കൊടുക്കുന്നതിനാണ് നമ്മൾ ഏത് നോക്കുന്നത്, ബിഹേവിയർ കൊടുക്കുന്നത്. പിന്നെ BG കളർ ഉണ്ട്, V സ്പേസ് ഉണ്ട്, X സ്പേസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആട്രിബ്യൂട്ട്സുകളുണ്ട്. സ്ക്രോൾ ഡിലേ ഉണ്ട്, സ്ക്രോൾ എമൗണ്ട് ഉണ്ട്, ലൂപ്പ് ഉണ്ട്, അതായത് എത്രത്തോളം ടൈംസ് മാർക്ക് യു സ്ക്രോൾ ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു 4 എണ്ണത്തിൻ്റെ X സ്പേസ്, ദെൻ BG കളർ, ഇതൊക്കെ എന്താണ് നമ്മുടെ
മാർക്യൂ ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ മാർക്യൂ ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-5 എണ്ണം പഠിക്കാം, എളുപ്പമുള്ളത്. ഹൈറ്റ്, വിഡ്ത്ത്, എച്ച് സ്പേസ്, BG കളർ, ഡയറക്ഷൻ, അതന്നെ ആയി 4-5 എണ്ണം ആയി അതിന്റെ ആട്രിബ്യൂട്ട്സ്. അപ്പൊ മാർക്യൂ ടാഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളോട് ചോദിച്ചിരുന്നത് IMG ടാഗ് എന്തിനാണ് യൂസ് ചെയ്യാന്നാണ്. ഇനി IMG ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം IMG ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. IMG ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഇൻസേർട്ട് ആൻ ഇമേജ്, അതായത് ഒരു ഇമേജ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനാണ്, വെബ് പേജിന്റെ ഉള്ളിലേക്ക് ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാനാണ് നമ്മൾ IMG ടാഗ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ആട്രിബ്യൂട്ട്സ് ഇതുപോലെ പഠിക്കാനുണ്ട്. ഇതിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ SRC, അതായത് നെയിം ടു ഇമേജ്, നമ്മൾ അതിന് നെയിം കൊടുക്കാൻ. അടുത്തത് നമുക്ക് പഠിക്കാം അലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലൈൻമെന്റ് ഓഫ് ദി ഇമേജ്, നമ്മൾ കൊടുത്ത ഇമേജിന്റെ ലൈൻ കേട്ടോ, അലൈൻമെന്റ് ഓഫ് ഇമേജ്. നമ്മൾ ഏത് ഇമേജ് ആണോ കൊടുത്തിരിക്കുന്നത് അതിന്റെ അലൈൻമെന്റ് എന്ന് വെച്ചാൽ ടോപ്പിലേക്ക് വേണോ അതോ മിഡിൽ കൊടുക്കണോ, അതല്ല എങ്കിൽ ബോട്ടം കൊടുക്കണോ, എവിടെ നമുക്ക് അതിനെ കൊണ്ടുപോയി വെക്കാം ആ ഇമേജിനെ, അതാണ് അലൈൻ എന്ന് പറയുന്നത്. ദെൻ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മളെ ഇമേജിന്റെ വിഡ്ത്ത് സ്പെസിഫൈ ദ വിഡ്ത്ത് ഓഫ് ഇമേജിന്റെ വിഡ്ത്ത്. അതേപോലെ തന്നെ ഹൈറ്റ്, നമ്മൾ എത്രത്തോളം ഹൈറ്റ് കൊടുക്കണം, നമ്മൾ കൊടുക്കുന്ന ഇമേജിന് എത്രത്തോളം ഹൈറ്റ് കൊടുക്കാം. അപ്പൊ എന്താണ് ഹൈറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്സ്, ഹൈറ്റ് ഓഫ് ഇമേജ്, നമ്മുടെ ഇമേജിന്റെ ഹൈറ്റ് കൊടുക്കാം. ദെൻ V സ്പേസ്, H സ്പേസ് കൊടുക്കാം, എന്നാലും എത്രത്തോളം സ്പേസ് ഇമേജിന്റെ ഇടയിലും വെർട്ടിക്കൽ സ്പേസ് കൊടുക്കണം, ഹൊറിസോണ്ടൽ സ്പേസ് കൊടുക്കണം. ദെൻ ഓൾട്ട് കൊടുക്കാം. ഓൾട്ട് നല്ലൊരു ആട്രിബ്യൂട്ട് ആണ്, ചെറുത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളതാണ്. അതായത് ഡിസ്പ്ലേ ദ ബ്രൗസർ കനോട്ട് ഡിസ്പ്ലേ ദ ഇമേജ്, അതായത് ടെക്സ്റ്റ് എവിടെ നമുക്ക് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഏരിയ ഉണ്ടാവുമല്ലോ നമ്മൾ എഴുതിയത്, ആ ടെക്സ്റ്റ് ഏരിയയിൽ ഡിഫൈൻ ദ ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ, അതായത് എവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ബ്രൗസർ cannot ഡിസ്പ്ലേ ദ ഇമേജ് കാണുന്നില്ല എങ്കിൽ എവിടെ നമുക്കിത് ഡിസ്പ്ലേ കാണിക്കണം എന്നതാണ് ഓൾട്ട്. പിന്നെ മിസ് പറഞ്ഞത് V സ്പേസും ഉണ്ട്, H സ്പേസും, അതായത് എത്രത്തോളം സ്പേസ് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും എത്രത്തോളം സ്പേസ് കൊടുക്കണം. അപ്പോൾ ഇമേജിന്റെ ടാഗും ആട്രിബ്യൂട്ട്സും പഠിക്കുക, ഒപ്പം അതിന്റെ മാർക്യൂ ടാഗും ആട്രിബ്യൂട്ട്സും പഠിക്കുക. ഇതിൽ രണ്ടും ഡെഫിനറ്റ് ആയിട്ട് വരും. നല്ല ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക് 3 മാർക്ക് 5 അങ്ങനെ പോവുള്ളൂ. അപ്പോൾ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ, മാർക്യൂ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ, ടെക്സ്റ്റ് ഏരിയ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ, ഇമേജോ ഏതാണോ നമുക്കുള്ളത് അത് സ്ക്രോൾ ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇമേജിന്റെ ടാഗുകൾ പഠിക്കാം. ഇനി നമ്മൾ അടുത്തത് നോക്കേണ്ടത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഇൻ C++. നമ്മൾ C++ൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും കുറച്ച് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിൽ നമുക്ക് സ്ട്രിംഗ് ഫങ്ഷൻസ് ഉണ്ട്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ് പറയുന്നത്. അപ്പം മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഏതൊക്കെയാണ്, ആപ്സ്, SQRT, ദെൻ പവർ. ഇത് രണ്ടും എന്താണ്, ആപ്സ് എന്ന് വെച്ചാൽ ആബ്സല്യൂട്ട് കണ്ടുപിടിക്കാനായിട്ടാണ്, ആബ്സല്യൂട്ട് ഓഫ് എ നമ്പർ. ഇനി സ്ക്വയർ എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ്. ദെൻ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, then അതിൻ്റെ ഒരു സിൻടാക്സ് എഴുതി വയ്ക്കാം. സിൻടാക്സ് എന്ന് പറയുമ്പോൾ അത്രയും സിൻടാക്സുകളൊപ്പം പഠിച്ചാലാണ് നമുക്ക് മാർക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ആബ്സല്യൂട്ടിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിൻടാക്സ് എന്ന് എഴുതണം. സിൻടാക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ 2 കുത്തിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റിജർ ആവുമല്ലോ, ഇൻറ്റ് ആപ്സ് ബ്രാക്കറ്റിൽ നമ്മുടെ ഇൻറ്റ് എന്നിട്ട് സെമിക്കോളൻ. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. ദെൻ പിന്നീട് ലിസ്റ്റ് എനി 3 attributes ആൻഡ് യൂസ് ഓഫ് ബോഡി. ഓക്കെ, നെക്സ്റ്റ് ആണ് ലിസ്റ്റ് എനി 3 attributes ആൻഡ് യൂസ് ഓഫ് ബോഡി ടാഗ്. ബോഡി ടാഗിന് ഒരുപാട് ആട്രിബ്യൂട്ട്സുകൾ ഉണ്ട്. അതിൽ ഒരു 4-5 ഒക്കെ പഠിച്ചിരിക്കുക. അത് 3 ചോദിച്ചിട്ടുള്ളൂ. ഒരു 4-5 നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് BG കളർ എന്തിനാണ്, ടു സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദി ഡോക്യുമെന്റ് കംപ്ലീറ്റ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ഡോക്യുമെന്റ്, നമ്മുടെ ഡോക്യുമെന്റിന്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാണ് BG കളർ. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജിന് ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ഇമേജ് ഓഫ് ഡോക്യുമെന്റ്, നമ്മുടെ ഡോക്യുമെന്റിന്റെ ഇമേജിന് കൊടുക്കാനായിട്ട്. ദെൻ ടെക്സ്റ്റ് ഉണ്ട്, അതായത് ഇത് കളർ ഓഫ് ടെക്സ്റ്റ് ആണ്, നമ്മൾ എഴുതുന്ന ടെക്സ്റ്റിന്റെ കളർ കൊടുക്കാനായിട്ടാണ് ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ ഓഫ് അൺവിസിറ്റഡ്, അതായത് നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, ലൈൻസ് എഴുതുമ്പോൾ നിങ്ങൾ ആ രീതിയിൽ എഴുതുക കേട്ടോ. ടു സ്പെസിഫൈ ദ കളർ ഓഫ് അൺവിസിറ്റഡ് ലിങ്ക്, അങ്ങനെ എഴുതാം. മിസ് എന്താണ് യൂസ് എന്ന് മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ. അതേപോലെ തന്നെ ലിങ്കിന്റെ കൂടെ ഉള്ളതാണ് A ലിങ്കും അതുപോലെ തന്നെ V ലിങ്കും. A ലിങ്ക് എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ, ആക്റ്റീവ് ലിങ്ക് ആണ്. V ലിങ്ക് എന്ന് പറയുന്നത് കളർ, അതിന്റെ ഈ അൺവിസിറ്റഡ് ലിങ്കിന്റെ കളർ ബ്ലൂ ആയിരിക്കും, ഇമേജിന്റെ ആ ഒരു ഡിഫോൾട്ട് കളർ ബ്ലൂ ആയിരിക്കും. ആക്റ്റീവ് ലിങ്കിനാണ് നമ്മൾ A ലിങ്ക്, അതിന്റെ കളർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രീൻ ആണ്. V ലിങ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിസിറ്റഡ് ലിങ്ക് ആണ്. വിസിറ്റഡ് ലിങ്കിന്റെ കളർ എന്ന് പറയുന്നത് പർപ്പിൾ ആയിരിക്കും. അപ്പൊ അത്രയും കാര്യങ്ങൾ എഴുതാം. ഇപ്പൊ തന്നെ ഒരു 4-5 എണ്ണം ആയില്ലോ, ടെക്സ്റ്റ്, ലിങ്ക്, BG കളർ, ബാക്ക്ഗ്രൗണ്ട്, A ലിങ്ക്, V ലിങ്ക്. അപ്പൊ അത്രയും ആട്രിബ്യൂട്ട്സ് പഠിക്കാം. ദെൻ
നെക്സ്റ്റ് വൺ ആണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഇൻ C++. അതിലായത് നമുക്ക് എപ്പോഴും ഡാറ്റ ടൈപ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡാറ്റ? നിങ്ങൾക്ക് വെള്ളമായിട്ടുണ്ടാവാം, അങ്ങനെ +1 പഠിച്ചിട്ടുള്ളതാണ് ഡാറ്റ ടൈപ്സുകൾ. അപ്പോൾ നമുക്കറിയണ ഫണ്ടമെന്റൽ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? വോയിഡ്, ചാർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൾ വാല്യൂ അല്ലെങ്കിൽ എംപ്റ്റി ഡാറ്റയാണ്. അതിൻ്റെ മെമ്മറി പഠിക്കുക, 0 ആണ് അതിൻ്റെ മെമ്മറി. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ എന്തായിരിക്കും? ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടുള്ളതായിരിക്കും ഇതിൻ്റെ എക്സാമ്പിൾ, പ്ലാങ്ക് സ്പേസ് ആയിരിക്കും. ദെൻ ചാർ എന്ന് പറയുന്നത് എന്താണ്? ക്യാരക്ടർ വാല്യൂസ് എൻക്ലോസ്ഡ് ഇൻ സിംഗിളിലൊക്കെ നമ്മളുടേതാണ് ക്യാരക്ടർ വാല്യൂസ് അപ്ലൈ ചെയ്യാനാണ് നമ്മൾ ചാർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെമ്മറി 1 ബൈറ്റ് ആണ് കേട്ടോ, മെമ്മറി 1 ബൈറ്റ് ആണ്. എക്സാമ്പിൾ പറയുന്ന സിംഗിൾ കോഡ്സിൽ നമ്മൾ ഇടുന്നതിനൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്യാരക്ടർ എന്ന് പറയുന്നത് ചാർ വിളിക്കും. ഇൻറ്റിജർ എന്ന് പറയുന്നത് ഇൻറ്റിജർ വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻറ്റിജർ വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റിജർ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 84, -4 അതൊക്കെ നമുക്ക് ഇൻറ്റിജറിൽ പോകും. ഫ്ലോട്ട് എന്ന് പറയുന്നത് റിയൽ വാല്യൂസ് ആണ്, റിയൽ വാല്യൂസ് ആണ് നമ്മളിതിന് കൊടുക്കുന്നത്. അതിൻ്റെ ഡാറ്റ മെമ്മറിയും 4 ബൈറ്റ് തന്നെ ആയിരിക്കും. അതിന് നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ 516 അങ്ങനെയൊക്കെ നമുക്ക് ഇൻറ്റിജർ അങ്ങനെ കൊടുക്കാം. ഡബിൾ എന്ന് പറയുമ്പോൾ റിയൽ വാല്യൂ മോർ ദാൻ ഫ്ലോട്ട്, റിയൽ വാല്യൂസ് തന്നെയാണ്, മോർ ദാൻ ഫ്ലോട്ട് ആണ്. അത് വലിയ വലിയ സംഖ്യകൾ, അതായത് ഇപ്പോൾ 8 ബൈറ്റ് ആണ് അതിൻ്റെ മെമ്മറി. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വലിയ സംഖ്യകൾ ഇപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഓരോന്നും ഇപ്പോൾ ഇങ്ങനെ എഴുതിയാൽ പോരാ. വോയിഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡാറ്റ ടൈപ്സ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് നൾ വാല്യൂസ് ഓർ എംപ്റ്റി ഡാറ്റ, 0 ആണ് മെമ്മറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലൈൻ വേണം എഴുതാനായിട്ട് കേട്ടോ. എക്സാമ്പിളും കൊടുക്കാം. ദെൻ പിന്നീട് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്പ് കൺവേർഷൻസ് ഇൻ C++ൽ നമ്മൾ എന്താണ് ടൈപ്പ് കൺവേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ C++ൽ ഉള്ളത് തന്നെയാണ്. C++ൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ 2 ടൈപ്സ് ഉണ്ട്. നമുക്ക് 2 രീതിയിൽ ടൈപ്പ് കൺവേർഷൻസ് പറയാം. ഒന്നാമത്തേത് പറയുന്നത് ഇംപ്ലിസിറ്റ് ആണ്, ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും. രണ്ടാമത്തത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. അപ്പോൾ 2 ഉണ്ട്, ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇനി ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് പെർഫോം ചെയ്യുന്നത് C++ കമ്പൈലർ ഇന്റേണൽ ആയിട്ടാണ്. അതായത് ദിസ് ഈസ് പെർഫോംഡ് ബൈ C++ കമ്പൈലർ ഇന്റേണലി, അതായത് ഇന്റേണൽ ആയിട്ടാണ് ഇവർ വർക്ക് ആകുന്നത്. പിന്നെ എന്തിനെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റുകയെന്ന് വെച്ചാൽ C++ കൺവേർട്സ് ഓൾ ദ ലോവർ സൈസ് ഡാറ്റ ഇൻ ടു ഹയസ്റ്റ് സൈസ്ഡ് ഓപ്പറൻഡ്. ഇതിന് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയും. ഇവിടെ നമുക്ക് ഡാറ്റ ടൈപ്പുകൾ ലോവർ സൈസ് മുതൽ ഹയർ സൈസ് വരെ കൊടുക്കാം. 2 ബൈറ്റ് ഇൻറ്റിജർ കൊടുക്കാം, ലോങ് കൊടുക്കാം, അൺസൈൻഡ് കൊടുക്കാം, അങ്ങനെ 10 ബൈറ്റ്, അതായത് ചെറുത് മുതൽ ഇപ്പോൾ 4 ബൈറ്റ് മുതൽ 10 ബൈറ്റ് വരെയുള്ള വാല്യൂസ് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. ഇവിടെ എല്ലാ ലോവർ സൈസിനെയും ഹൈയസ്റ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് കൺവേർട്ട് ഓൾ ലോവർ സൈസ് ഡാറ്റ ഇൻ ടു ഹയർ സൈസ്, ലോവർ സൈസ് ഡാറ്റ ഇൻ ടു ഹയർ സൈസ്. ഓക്കെ, ഇനി എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്പ്ലിസിറ്റ് ടൈപ്പ് എന്ന് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഓൾസോ കോൾസ് ടൈപ്പ് കാസ്റ്റിംഗ്. ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് നമ്മൾ ഇതിന് വിളിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കൺവേർഷൻ ഈസ് ഡൺ ബൈ ദി പ്രോഗ്രാമർ, ഇറ്റ് ഈസ് ഡൺ ബൈ ദ പ്രോഗ്രാമർ. അവർ ഇന്റേണൽ ആയിട്ടാണ് ചെയ്യുന്നത്, അത് C++ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രോഗ്രാമർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സിൻഡെക്സ് ഒക്കെ ഉണ്ട്. ഇതിന്റെ സിൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പ് എഴുതാം, ഡാറ്റ ടൈപ്പ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഏതിൽക്കാണോ നമുക്ക് ഡാറ്റ ടൈപ്പ് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണോ അത് എഴുതിയിട്ട് എക്സ്പ്രഷൻ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഇൻറ്റ് 10 x = 10 സെമിക്കോളൻ ഇടാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഫ്ലോട്ടിലേക്ക് മാറ്റണം. അപ്പോൾ ഫ്ലോട്ട് x സെമിക്കോളൻ കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാറ്റണം, ഈ ഇൻറ്റിജർ വാല്യൂവിനെ ഫ്ലോട്ടിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് ആരെ ഇവിടെ ചെയ്യുന്ന പ്രോഗ്രാമർ ആയിരിക്കും. ഈ കൺവേർഷൻ ഡാറ്റ ടൈപ്പിനെ നമ്മൾ ഇൻറ്റിജറിൽ നിന്ന്, ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ ഇവിടെ ഇൻറ്റിജറിൽ നിന്ന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാണ്, ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഏത് ചെറിയ സൈസിനും വലുതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കമ്പൈലർ ഇന്റേണൽ ആയിട്ട് തന്നെ ചെയ്യുന്നത്, ഇവിടെ പ്രോഗ്രാമറാണ്. ഇതിന് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് വിളിക്കും. ഇവിടെ നമ്മളൊരു പേര് പറഞ്ഞായിരുന്നു, ഇവിടെ നമ്മൾ വിളിക്കുന്നത് ടൈപ്പ് പ്രൊമോഷൻ എന്നാണ്, ഓൾസോ കോൾഡ് ടൈപ്പ് പ്രൊമോഷൻ. ഓക്കെ, അപ്പോൾ 2 ടൈപ്പും പഠിക്കുക. ടൈപ്പ് കൺവേർഷൻ, അതായത് നമുക്ക് ഡാറ്റേനെ കൺവേർട്ട് ചെയ്യാനുള്ളത്, ഇംപ്ലിസിറ്റ് ടൈപ്പ്, എക്സ്പ്ലിസിറ്റ് ടൈപ്പ്. ഇംപ്ലിസിറ്റ് എന്ന് വെച്ചാൽ കമ്പൈലർ ഇന്റേണലി C++ ചെയ്യുന്നു, ഇവിടെ പ്രോഗ്രാമറാണ് ചെയ്യുന്നത്. ഇവിടെ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് വിളിക്കും, ടൈപ്പ് പ്രൊമോഷൻ എന്ന് വിളിക്കും. ഇവിടെ സ്മോൾ സൈസിനൊക്കെ നമുക്ക് ഹയർ സൈസിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2 ബൈറ്റ് മുതൽ ഏത് മെമ്മറിയിൽ നിന്നും 10 ബൈറ്റ് വരെ ലോങ് ഡബിൾക്ക് വരെ, ലോങ് ഡബിൾ എന്ന് പറഞ്ഞൊരു ഡാറ്റ ടൈപ്പിന് അവർക്ക് വരെ മാറ്റാം. ഇവിടെ നമുക്ക് എന്തിലേക്ക് മാറ്റാം, ഡാറ്റ ഒരു സിൻഡെക്സ് യൂസ് ചെയ്ത് ആരാണോ പ്രോഗ്രാം ചെയ്യുന്നത്
ചെയ്യുന്നത് അയാളാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സ്ട്രിങ്ങും ക്യാരക്ടർ ഫംഗ്ഷൻസും, നമ്മൾ അരിത്തമെറ്റിക് ഫംഗ്ഷൻസ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട വേറെ കുറച്ച് ഫംഗ്ഷൻസ് ആണ് സ്ട്രിങ് ഫംഗ്ഷൻസും അതുപോലെ തന്നെ ക്യാരക്ടർ ഫംഗ്ഷൻസും. ഇത് ഇതേപോലെ തന്നെ എന്താണെന്നും അതിന്റെ യൂസ് ജസ്റ്റ് അത്ര മാത്രം മതി. നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ആ ഒരു ഇത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ സ്ട്രിങ് ഫംഗ്ഷൻ, സ്ട്രിങ് എന്ന് പറയുമ്പോൾ സ്റ്റാർ ലെങ്ത് ഉണ്ട്, സ്ട്രിങ് കോപ്പി ഉണ്ട്, ദെൻ സ്ട്രിങ് കാറ്റ് ഉണ്ട്, സ്ട്രിങ് CMP ഉണ്ട്, CMPA ഉണ്ട്. ഏതെങ്കിലും ഒരു 3 എണ്ണം പഠിക്കാം. ഇത് ലെങ്ത് അറിയാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സ്ട്രിങ്ങിന്റെ നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ് ക്യാരക്ടറിന്റെ ലെങ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ CPI എന്ന് പറയുന്നത് കോപ്പി ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് യൂസ് ടു അപ്പെൻഡ് വൺ സ്ട്രിങ്, ഒരു സ്ട്രിങ്ങിന്റെ കൂടെ വേറൊരു സ്ട്രിങ് ജോയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. CMP എന്ന് പറയുന്ന സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പയറിങ് ടു സ്ട്രിങ്, ഇത് കമ്പയർ ചെയ്യാനാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ SMPIയിൽ നമ്മൾ ഇഗ്നോറിങ് കേസസിന് നമ്മൾ കമ്പയർ ചെയ്യും. ഇവിടെ വിത്തൗട്ട് ഇഗ്നോറിങ് ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. രണ്ടും കമ്പയർ ചെയ്യാനാണ് CMP യൂസ് ചെയ്യുന്നത്. പിന്നെ ക്യാരക്ടർ ഫംഗ്ഷൻസ് പഠിക്കാം. മാത്തമാറ്റിക്കലി സ്ട്രിങ് ആൻഡ് ക്യാരക്ടർ ഫംഗ്ഷൻസ്. ക്യാരക്ടർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈസ് അപ്പർ, അതായത് തന്നിരിക്കുന്ന വാല്യൂ അപ്പർ കേസ് ആണോ എന്നറിയാം. ഈസ് ലോവർ, തന്നിരിക്കുന്നത് ലോവർ കേസ് ആണോ എന്നറിയാം. ഈസ് ആൽഫ, തന്നിരിക്കുന്നത് ആൽഫ ന്യൂമറിക് ആണോ എന്നറിയാം. ആൽഫബറ്റിക് ആണോ എന്നറിയാം. ഈസ് ഡിജിറ്റ്, തന്നിരിക്കുന്നത് ഡിജിറ്റ് ആണോ എന്നറിയാം. ടു അപ്പർ എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന വാല്യൂവിനെ അപ്പർ കേസിലേക്ക് മാറ്റാൻ. ടു ലോവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്നതിനെ ലോവർ കേസിലേക്ക് മാറ്റാൻ. അപ്പൊ ക്യാരക്ടർ ഫംഗ്ഷൻസ് പഠിച്ചല്ലോ. ഈസ് അപ്പർ, ഈസ് ലോവർ, ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്. നമുക്കത് കേട്ടാൽ തന്നെ നമുക്കത് എന്തിനാ യൂസ് ചെയ്യുന്ന അറിയണം. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു സിമ്പിൾ ഇട്ട് കൊടുത്താലാണ് അത് എന്താവുള്ളൂ, ഫംഗ്ഷൻസ് ആവുള്ളൂ. ദെൻ പിന്നീടാണ് നമുക്ക് 2 മാർക്സിന് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ കോൾ ബൈ വാല്യൂ ഒരൊറ്റ സെന്റൻസ് മതിയാവും. കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്താണെന്ന് 2 ലൈൻ എഴുതാം. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് നമ്മൾ ഈ മെത്തേഡ്, 2 തരം മെത്തേഡുകളാണ്, കോൾ ബൈ വാല്യൂം അതുപോലെ തന്നെ കോൾ ബൈ റെഫറൻസ് മെത്തേഡും. കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി, ഇവിടെ ചെയ്യുന്നത് കോൾ ബൈ വാല്യൂ മെത്തേഡ് ദ കോപ്പി ഓഫ് ഒറിജിനൽ വാല്യൂ പാസ് ടു ദ ഫംഗ്ഷൻ. ഇവിടെ ഒറിജിനൽ വാല്യൂയിലേക്ക് ദ കോപ്പി ആണ് പാസ് ചെയ്യുന്നത്. കോപ്പി ഓഫ് ഒറിജിനൽ വാല്യൂ ഈസ് പാസ്ഡ്. അതിന് ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതാണ് പാസ് ചെയ്യുന്നത്. ഇനി ഫംഗ്ഷന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ഒരു എഫക്റ്റും നമ്മൾ അയച്ച ഒറിജിനൽ വാല്യൂവിന് ഉണ്ടാവില്ല. അതായത് ദ കോപ്പി ഓഫ് ഒറിജിനൽ വാല്യൂ ഈസ് പാസ് ടു ദ സെർവർ, ഈസ് പാസ് ടു ദ ഫംഗ്ഷൻ. ഇത് നമ്മൾ ഫംഗ്ഷൻസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ ആ ചേഞ്ചസ് ഒന്നും തന്നെ ചേഞ്ചസ് ആർ നോട്ട് എഫക്ട് ദ ഒറിജിനൽ വാല്യൂ. നമ്മൾ അയച്ചു കൊടുത്തതിന് ഒന്നും നമ്മൾ എഫക്റ്റ് ആവില്ല. കോൾ ബൈ വാല്യൂ മെത്തേഡിലാണ് ചെയ്യുന്നത്. കോൾ ബൈ റെഫറൻസ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അഡ്രസ് ഓഫ് ദി ഒറിജിനൽ വാല്യൂ ആണ് കൊടുക്കുന്നത്. ഇവിടെ ഇതിൻ്റെ കോപ്പിയാണ്, ഇവിടെ അഡ്രസ് ആണ് കൊടുക്കുന്നത്. അഡ്രസ് ഓഫ് ദി ഒറിജിനൽ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ എന്ത് സംഭവിക്കാം, ചേഞ്ചസ് ചേഞ്ചസ് നമ്മുടെ ഫംഗ്ഷനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ അയച്ചു കൊടുത്ത ചേഞ്ചസ് ആർ എഫക്റ്റ് ടു ദ ഒറിജിനൽ വാല്യൂ. ഒറിജിനൽ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യാം. 2 ലൈൻ മതി കേട്ടോ. ഒറിജിനൽ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ കോൾ ബൈ വാല്യൂം കോൾ ബൈ റെഫർ. ഇവിടെ കോപ്പിയാണ്, അതായത് ഒറിജിനൽ വാല്യൂവിൻ്റെ കോപ്പിയാണ് അയച്ചു കൊടുക്കുന്നത്. ഇവിടെ അഡ്രസ് ഓഫ് ദ ഒറിജിനൽ വാല്യൂ ആണ് അയച്ചു കൊടുക്കുന്നത് ആർക്ക്, ഫംഗ്ഷനിലേക്ക് കേട്ടോ. ഇനി ഇവിടെ ചേഞ്ചസ് എല്ലാം എഫക്റ്റ് ആവും, ഇവിടെ ചേഞ്ചസ് ഒന്നും എഫക്റ്റ് ആവില്ല. ഇനി 2 ഡിഫറൻസ് കൂടിയും പഠിക്കണം. ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിക് വെബ് പേജസ്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമ്മൾ ഡിഫറൻസ്. ഇത് നമ്മളൊരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യും 5 ക്വസ്റ്റ്യൻസിൽ, അതിലുണ്ടാവും കേട്ടോ. ദെൻ ലിസ്റ്റ് ഇൻ HTML 3 തരം ലിസ്റ്റുകളാണുള്ളത്. ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ദെൻ ഡെഫിനിഷൻ ലിസ്റ്റ്. ഓർഡർ ലിസ്റ്റ് എന്ന് വെച്ചാൽ ഓർഡർ ആയിട്ട് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ലിസ്റ്റ് ആണ്. എന്നിട്ട് ലിസ്റ്റ് 1 ലിസ്റ്റ് ടേമുകൾ നമ്മൾ കൊടുക്കും. അൺഓർഡർ ലിസ്റ്റ് ഇപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിലാണ് ഓർഡർ ലിസ്റ്റ്. അൺഓർഡർ ലിസ്റ്റ് എന്ന് വെച്ചാൽ ലിസ്റ്റ് ഔട്ട് അല്ല, ഒന്നുകിൽ ഡോട്ട് അല്ലെങ്കിൽ സ്റ്റാർ അല്ലെങ്കിൽ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ അൺഓർഡർ ലിസ്റ്റ്. ഇത് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ ഡിഫൈൻ ചെയ്യാനാണ്, പിന്നെ ടേമിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ DT ഉണ്ടായിരിക്കും, ഏത് ടേമാണ് ഡിഫൈൻ ചെയ്യേണ്ടത് അത്. DD ഉണ്ടായിരിക്കും, ഡാറ്റ ഏതാണ് കൊടുക്കേണ്ടത്. ഇത് 3 ഉണ്ടെങ്കിലേ നമുക്കൊരു ടേം ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലിസ്റ്റ് ഇൻ HTML. പിന്നീട് നമ്മൾ പഠിക്കേണ്ടതാണ് ഫോം ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്. നമ്മൾ ഫോം ടാഗ് യൂസ് ചെയ്യുന്നത് ഒരു വെബ് പേജിൽ ഫോമുകൾ, നമുക്കറിയാലോ ഫോമുകളൊക്കെ ഫില്ല് ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ ഫോമുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോം ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോം ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് പഠിക്കാം. ഫോം ടാഗിനെ 2-3 ആട്രിബ്യൂട്ട്സ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതിയാവും. 2 ആട്രിബ്യൂട്ട്സുകളാണ് ആക്ഷനും മെത്തേഡും. ഇതിലെ
ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ പ്രോഗ്രാമിന്റെ നെയിം കൊടുക്കാനാണ്. നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ കൊടുക്കുന്നത്. മെത്തേഡ് എന്ന് വെച്ചാൽ 2 തരം മെത്തേഡ് നമുക്ക് കൊടുക്കാം. ഗെറ്റ് മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് മെത്തേഡും ഉണ്ട്. ഗെറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഫാസ്റ്റ് ആയിരിക്കും. പോസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുകൂടി സ്ലോ ആയിരിക്കും. ഇതിൽ സ്മോൾ ഡാറ്റാസ് ആണ് നമുക്ക് ഗെറ്റിൽ കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ലാർജ് ഡാറ്റാസ് കൊടുക്കാം. പിന്നെ ഇത് സെക്യൂർ അല്ല, ലെസ് സെക്യൂർ ആയിരിക്കും. അപ്പൊ ഇതിൽ ഏത് വേണമെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇത് മോർ സെക്യൂർ ആണ്. അപ്പൊ ഏത് മെത്തേഡ് ഫോമിന് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് ഈ ഒരു ആട്രിബ്യൂട്ട്. പിന്നെ ടാർഗറ്റ് ഉണ്ട്. ടാർഗറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണ് ഇത് കാണിക്കേണ്ടത്. ടാർഗറ്റ് വിൻഡോ ഓഫ് ഡിസ്പ്ലേയിങ് ദ റിസൾട്ട്. നമ്മൾ കൊടുക്കുന്ന വാല്യൂസിന്റെ റിസൾട്ട് നമുക്ക് എവിടെ കാണിക്കണം, അതിനാണ് ടാർഗറ്റ് ആട്രിബ്യൂട്ട്സ്. ടാർഗറ്റ് വിൻഡോ ഫോർ ഡിസ്പ്ലേയിങ്. ഓക്കെ, ഇത്രയാണ് ഫോം ടാഗിന് നിങ്ങൾ പഠിക്കുന്നത്. 3 എണ്ണം: ആക്ഷൻ, മെത്തേഡ്, ടാർഗറ്റ്. മെത്തേഡിൽ 2 തരം മെത്തേഡ് ഉണ്ട് എഴുതാം. ഗെറ്റ് മെത്തേഡ് ഉണ്ട്, പോസ്റ്റ് മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം. സ്മോൾ, ഫാസ്റ്റ്, ലെസ് സെക്യൂർ ആണ് ഗെറ്റ്. പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി മെല്ലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് വേണമെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം. ഇതാണ് ഫോം ടാഗിന്റെ ആട്രിബ്യൂട്ട്സ്. പിന്നെ ലിസ്റ്റുകൾ: ഡൈനാമിക്കും സ്റ്റാറ്റിക്കും ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിലുണ്ടായിരിക്കും കേട്ടോ. ദെൻ കോൾ ബൈ വാല്യൂം കോൾ ബൈ റെഫറൻസ് മെത്തേഡ് നമ്മൾ ഡിഫറൻസ്. ഇത് 2 മാർക്കിന് വരുള്ളൂ. കോൾ ബൈ വാല്യൂ മെത്തേഡ് നമുക്ക് മാക്സിമം 2 മാർക്കിന് വരാറുള്ളൂ കേട്ടോ. ദെൻ സ്ട്രിംഗ് ഫംഗ്ഷൻസും ക്യാരക്ടർ ഫംഗ്ഷൻസും നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 3 മാർക്കിന് ചോദിക്കാം. ദെൻ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും ചിലപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ് ടൈപ്പ് കൺവേർഷൻസ് ഇൻ C++, അങ്ങനെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ കിട്ടണം. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സുകൾ അത് 3 മാർക്കിന് പഠിക്കുക, ചിലപ്പോൾ 5 മാർക്കിന് വരാം. ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ് 3 മാർക്കിന് വരാം. മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് 3 മാർക്കിന് വരാം. ഇതൊക്കെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ മാർക്യൂ ടാഗ്, ഇമേജ് ടാഗ്, അതിൻ്റെ ഒക്കെ ആട്രിബ്യൂട്ട്സ് നമുക്ക് 4 മാർക്കിന് വരാം. രണ്ടും കൂടി ഒരുമിച്ച് ചോദിച്ചാലാണ് 5 മാർക്കിനൊക്കെ പോവാം. മോഡുലർ പ്രോഗ്രാമിന്റെ മെറിറ്റ്സുകൾ 3 മാർക്കിന് വരാം. ഈ ഒരു ക്വസ്റ്റ്യൻസുകൾ ഡെഫിനറ്റ് ആയിട്ട് മിസ് ചെയ്യാതെ പഠിക്കുക. ഈ 10 ക്വസ്റ്റ്യൻസ് 10 12 ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ടാഗുകളും അതിന്റെ ആട്രിബ്യൂട്ട്സും പഠിക്കുക. ഒക്കെ ഇന്ന് തന്നെ വേഗം സ്പീഡിൽ പോകും. അങ്ങനെ എല്ലാത്തിൻ്റെയും 1 2 സെന്റൻസ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ സ്പീഡിൽ കാര്യങ്ങൾ പോകും. അപ്പോൾ 4ാം പാഠം 5ാം പാഠം നല്ല പോലെ ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ നമ്മൾ ഇതിന്റെ പിന്നാലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട 5 ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ. അത് 5 മാർക്കിന്റെ ആണ് കേട്ടോ. 5 മാർക്കിന് നമുക്ക് ചോദിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേക്കും ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.